ആലുവ അദ്വൈതാശ്രമത്തിന്റെ ഭൂമി കയ്യേറുക മാത്രമല്ല, ആശ്രമത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു അവിടുത്തെ മുനിസിപ്പാലിറ്റി. വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. സാധാരണ ഒരു വിശ്വാസ സമൂഹത്തിന് നേരെയൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താനൊക്കെ ഒന്ന് ഭയക്കും. പക്ഷേ ഇവിടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടൊരു ഗുണ്ടകളെ പോലെയാണ് മുനിസിപ്പാലിറ്റി പെരുമാറിയിരിക്കുന്നത്. ശരിക്കും എന്താണ് അവിടെ നടന്ന ഈ ആക്രമണം? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. പൊതു സ്ഥലങ്ങളിൽ ബോർഡുകളും തോരണങ്ങളും കൊടികളുമൊന്നും വയ്ക്കുവാൻ പാടില്ല എന്നുള്ളത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധിയെ ആലുവ അദ്വൈതാശ്രമം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, മാനിക്കുന്നു. ഇക്കഴിഞ്ഞ ഗുരുദേവ ജയന്തിയോട് അനുബന്ധമായിട്ട് ആലുവ SNDP യൂണിയനും ആലുവ അദ്വൈതാശ്രമവും ചേർന്നാണ് ജയന്തി ആഘോഷങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആലുവ SNDP യൂണിയൻ, ആ യൂണിയനിലെ പ്രവർത്തകർ വന്ന് അദ്വൈതാശ്രമത്തിൻ്റെ മതിലിൻ്റെ മുകളിലും അദ്വൈതാശ്രമത്തിൻ്റെ കോമ്പൗണ്ടിലുള്ള ഗ്രില്ലിലും ഒക്കെയായിട്ട് ഏതാനും കൊടികൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ജയന്തി ദിന പ്രോഗ്രാമുകൾ ആലേഖനം ചെയ്ത ഒരു ബോർഡ് വയ്ക്കുകയും ചെയ്തു. അദ്വൈതാശ്രമത്തിൻ്റെ നേരെ എതിർവശത്ത് അദ്വൈതാശ്രമത്തിൻ്റെ വകയായിട്ടുള്ള ഒരു നഴ്സറി സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ ബോർഡ് ഇതുപോലെ തന്നെ സ്കൂളിൻ്റെ മതിലിന് മുകളിലായിട്ട് വെച്ചിരുന്നു. അതുപോലെ ആ മതിലിനോട് മുകളിലായിട്ടുള്ള കമ്പിവേലിയിൽ ഈ യൂണിയൻ പ്രവർത്തകർ, SNDP യൂണിയൻ പ്രവർത്തകർ ഏതാനും കൊടികളും കെട്ടിയിരുന്നു. ആലുവ മുനിസിപ്പാലിറ്റിയിലെ 2 ഉദ്യോഗസ്ഥർ ഈ കഴിഞ്ഞ 10-ാം തീയതി രാവിലെ അവിടെ വരികയും ഏതാണ്ടൊരു ഉച്ചയോടുകൂടി 11 മണി കഴിഞ്ഞ സമയത്ത് യാതൊരു പ്രകോപനവും യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ കൊടികളെല്ലാം വലിച്ചൂരിയെടുത്തു എന്ന് മാത്രമല്ല, അതെല്ലാം വലിച്ചെറിയുകയും ചെയ്തു. വേണമെങ്കിൽ അവർക്ക് ആശ്രമത്തിൻ്റെ അധികാരികളോട് പറയാമായിരുന്നു ആ കൊടികൾ അവിടെ നിന്ന് മാറ്റണമെന്ന് അവർ പറഞ്ഞാലും മാറ്റേണ്ട കാര്യമില്ല. കാരണം ഇത് ഇരിക്കുന്നത് നമ്മുടെ കോമ്പൗണ്ടിലാണ്, പൊതു ഇടങ്ങളിലാണ് ഇത് വയ്ക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയുള്ളത്. നമ്മുടെ കോമ്പൗണ്ടിലിരുന്ന കൊടി നമ്മോട് പറയാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അതെല്ലാം വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ, അതുപോലെ യൂണിയൻകാർ വെച്ചിരുന്ന ഒരു ബോർഡ്, അത് ഗുരുവിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത ബോർഡ് തലകീഴായി മറച്ചിടുക, സ്കൂളിൻ്റെ ബോർഡ് അവിടെ നിന്നെടുത്ത് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിടുക, ഇതൊക്കെയാണ് ആലുവ മുനിസിപ്പൽ ജീവനക്കാരായ 2 പേർ. അതിലൊരാളുടെ പേര് അജിത് കുമാർ എന്നും മറ്റൊരു ലേഡിയാണ്, അവരുടെ പേര് കവിത എന്നുമാണ്. അതോടൊപ്പം ഒരു കണ്ടിൻജൻസി ജീവനക്കാരനും ഉണ്ടായിരുന്നു. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ ആജ്ഞ അനുസരിക്കാനേ അയാൾക്ക് നിവൃത്തിയുള്ളൂ, ഇല്ലെങ്കിൽ അയാൾക്ക് നാളെ പണിയുണ്ടാകുകയില്ല. അപ്പോൾ ഇവരെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. എന്തിനാണ് അവർ ആശ്രമത്തിൻ്റെ കോമ്പൗണ്ടിലിരുന്ന ഈ കൊടികൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞത്? ഒരു കൊടി എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ കേവലം ഒരു തുണിക്കഷ്ണമല്ല, അതൊരു ആശയത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇവിടെ ആശയം എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും മഹനീയമായ ദർശനത്തിൻ്റെ പ്രതീകമാണ് ഈ കൊടി എന്ന് പറയുന്നത്. ആ കൊടിയെടുത്ത് വലിച്ചെറിയുക, പറമ്പിലേക്ക് അലക്ഷ്യമായിട്ട് അത് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ ഗുരുവിനോട് ചെയ്യുന്ന, ഗുരുവിൻ്റെ ദർശനത്തോട് കാണിക്കുന്ന വലിയ അനാദരവായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ കുറേ കാലമായിട്ട് ആലുവ അദ്വൈതാശ്രമത്തെ ഇപ്രകാരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചപ്പോൾ അതോടൊപ്പം തന്നെ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുകയുണ്ടായി. ഈ സംസ്കൃത വിദ്യാലയം അക്കാലത്ത് ഒരുപക്ഷെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം നൽകിയ ആദ്യത്തെ വിദ്യാലയമായിരുന്നു. അവിടെ പഠിച്ചവരൊക്കെ പിന്നീട് സമൂഹത്തിൻ്റെ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നവരൊക്കെയാണ്. അങ്ങനെ ഗുരുവിനാൽ സംസ്ഥാപിക്കപ്പെട്ട ആലുവ അദ്വൈതാശ്രമത്തോട് ചേർന്നുള്ള സംസ്കൃത വിദ്യാലയം, ആ വിദ്യാലയത്തിൽ ഗുരു സ്ഥാപിച്ച കെട്ടിടം പൊളിച്ചു കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ആലുവ മുനിസിപ്പാലിറ്റി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഗുരുവുമായി ബന്ധപ്പെട്ടതെല്ലാം ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ മായ്ച്ചു കളയണം എന്നും ഗുരുവിൻ്റെ സ്ഥലം കയ്യേറണമെന്നും ഒക്കെ ആലുവ മുനിസിപ്പാലിറ്റിക്ക് എന്താണ് ഇത്ര നിർബന്ധമെന്ന് മനസ്സിലാകുന്നില്ല.
അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഗുരു സ്ഥാപിച്ചു എന്നുള്ളത് മാത്രമല്ല, മഹാകവി കുമാരനാശൻ ദുരവസ്ഥ പോലെയുള്ള കൃതികൾ എഴുതിയത് ആ കെട്ടിടത്തിൻ്റെ മാളികയിലിരുന്നു കൊണ്ടാണ്. അപ്പോൾ സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും വലിയ പ്രാധാന്യമുള്ള കെട്ടിടം പൊളിച്ചു കളയണമെന്ന് പറയുക, അതോടൊപ്പം തന്നെ ഇപ്രകാരം ആശ്രമത്തിൻ്റെ സ്ഥലം കയ്യേറുക, അവിടെ ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ച് അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാക്കി മാറ്റുക, അതുപോലെ തന്നെ ആലുവ മുനിസിപ്പാലിറ്റിയുടെ അനുമതിയോടുകൂടിയാണോ എന്നറിയില്ല, ആശ്രമത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള ഓടയിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളുക, ഇതൊക്കെയാണ് ആലുവ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്താണ് അവർക്ക് ഗുരുവിനോടും അദ്വൈതാശ്രമത്തോടും ഗുരുവിൻ്റെ ദർശനത്തോടും ഗുരുദേവ പ്രസ്ഥാനത്തോടും ഇത്ര വലിയ ശത്രുത എന്ന് നമുക്കൊട്ടും മനസ്സിലാകുന്നില്ല. നമ്മളാരും ഇവരാരെയും ദ്രോഹിക്കാനായിട്ടൊന്നും ചെന്നിട്ടില്ല. ഇത് സംബന്ധമായിട്ട് ഈ കുറ്റകൃത്യം ചെയ്തതിന് എതിരായി പ്രതികരിക്കുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ SNDP യോഗത്തിൻ്റെ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒക്കെ പ്രവർത്തകർ അവിടെ വന്നു ചേരുകയും ആലുവ മുനിസിപ്പൽ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെയും CPIM-ൻ്റെയും പ്രവർത്തകർ മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറി അവർ അവിടെ മുദ്രാവാക്യം വിളിക്കുകയും പിക്കറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്തു. ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഈ മുനിസിപ്പൽ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു നീക്കമാണ് ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MO ജോൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൻ്റെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ വസ്തുതാവിരുദ്ധമാണ്. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അദ്വൈതാശ്രമത്തിൻ്റെ മതിലിന് പുറത്ത് സ്ഥാപിച്ച കൊടികൾ എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ പുറത്ത് സ്ഥാപിച്ചു എന്ന് പ്രത്യേകം എഴുതാൻ എന്താണ് കാരണം? അകത്ത് സ്ഥാപിച്ച ബോർഡുകളും അതുപോലെ കൊടികളും എടുത്തു മാറ്റിയിട്ട് അത് പുറത്താണ് ഇരുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഈ ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്ത മുനിസിപ്പൽ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രീ MO ജോൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇതിന് എതിരായിട്ട് ഇവിടെ ശ്രീനാരായണ സമൂഹം മാത്രമല്ല, പൊതു ജനാധിപത്യ ബോധമുള്ള ശ്രീനാരായണ ഗുരുവിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു മഹാഗുരുവാണ്. അപ്പോൾ ഗുരുവിനെ ആദരിക്കുന്ന, ഗുരുവിനെ അറിയുന്ന ഒരു പൊതു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു പ്രതിഷേധം ഉയരേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആകെ ഗുരുവാണ്. അത് ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്ന പ്രഭാവമല്ല ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു സമൂഹത്തിന് നേർക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ അത് തീ കൊണ്ട് കളിക്കുന്ന പരിപാടിയാണ് മുനിസിപ്പാലിറ്റി ചെയ്തത്. അവിടെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായി. അവിടുത്തെ ഈ പറയുന്ന ഹൈന്ദവർ മുഴുവൻ വന്നിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ നിന്നിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരുന്നെങ്കിൽ ക്രമസമാധാന പ്രശ്നം പോലും ആകുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആശ്രമം വളരെയധികം സംയമനം പാലിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ സ്വാമിജി? തീർച്ചയായിട്ടും ഗുരു എപ്പോഴും വളരെ ശാന്തമായിട്ടാണ് ഗുരുവിൻ്റെ കർമ്മങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിർവഹിച്ചത്. കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയതെങ്കിലും ഗുരു ഒരിടത്തും ഒരു സമരം ചെയ്യാനായിട്ട് പോയിട്ടില്ല. ഒരു തുള്ളി രക്തം പോലും ഗുരു എങ്ങും ചിന്തിച്ചിട്ടില്ല. ഗുരുവിനൊരു ശത്രുവുമില്ലായിരുന്നു. അതുകൊണ്ട് ഗുരുവിൻ്റെ പാത പിൻപറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരമാവധി സംയമനത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ നേരിടുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു ദൗർബല്യമായിട്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അനിവാര്യമായ സന്ദർഭം വന്നാൽ അതിനനുസൃതമായി പ്രതികരിക്കാനും പ്രവർത്തിക്കാനും സന്യാസ സമൂഹം തന്നെ ചിലപ്പോൾ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുള്ള സ്ഥിതി വരും. അത്തരമൊരു അനിവാര്യതയിലേക്ക് ഈ സന്യാസി സമൂഹത്തെ നയിക്കരുത് എന്നാണ് വിനീതമായിട്ട് പറയുവാനായിട്ടുള്ളത്. പക്ഷേ ഈ പ്രശ്നങ്ങളെയൊക്കെ നിയമപരമായി തന്നെ ആശ്രമം നേരിടുന്നുമില്ലേ? നമ്മൾ പോലീസ് അധികാരികളുടെ അടുത്ത് പരാതികൾ കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു കൃത്യമായ മറുപടി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടില്ല.
അവരെപ്പോഴും നമ്മുടെ ഭൂമി കയ്യേറ്റത്തെ ന്യായീകരിക്കുകയും അവരുടേതാണെന്ന് വാദിക്കുകയുമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഒരുപക്ഷെ UDF സംവിധാനത്തിനും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും ഇവിടെ ഉണ്ടാക്കിയേക്കാം. അതിന് ഉത്തരവാദി തീർച്ചയായിട്ടും ആലുവ മുനിസിപ്പാലിറ്റിയാണ്. ആലുവ മുനിസിപ്പാലിറ്റിയെ ഇപ്പോൾ നയിക്കുന്ന അതിൻ്റെ ചെയർമാൻ ശ്രീ MO ജോൺ മാത്രമാണ്. അതുമൂലമുണ്ടാകുന്ന UDF സംവിധാനത്തിനുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും എല്ലാവിധ തിരിച്ചടികൾക്കും കാരണമായി ഭവിക്കുന്നത് ശ്രീ MO ജോണിൻ്റെ പിടിവാശി മാത്രമാണ് എന്നുകൂടി അറിയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.